നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. TMC ഗ്രാമ്യ 9ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി സംഘം ഇന്ന് എത്തി നിൽക്കുന്നത് പെരിഞ്ഞനം RMV HSS സ്കൂളിലാണ്. നമുക്ക് ഈ വിദ്യാലയത്തിലെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഞാൻ ഷില്ലി. ഇപ്പം ബീബ ടീച്ചറാണ് നമ്മുടെ HM. പക്ഷെ ഞാൻ HM ഇൻചാർജ് ആണെന്ന് ടീച്ചറില്ലാത്ത കാരണം. നമുക്ക് ആകെ 195 കുട്ടികളാണ് പരീക്ഷ SLC എഴുതിയത്. അതിൽ 4 ആൾ ഫെയിലായി. 98.5% നമ്മുടെ പരീക്ഷ വിജയ ശതമാനം. പിന്നെ നമുക്ക് കിട്ടിയ 6 ഫുൾ A+ ആണുള്ളത്. 6 കുട്ടികളും അവരെ സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ നമുക്ക് ഫുൾ A+ കിട്ടിയ കുട്ടികളാണ്. അവർക്ക് എല്ലാ ഭാവുകങ്ങളും ഇനി ഹയർ എഡ്യൂക്കേഷനിലും ഒരു നല്ല ഉയരത്തിലേക്ക് എത്താനായിട്ട് ആശംസിക്കുന്നു. എൻ്റെ പേര് ബിന്ദു. ഞാൻ ഈ 6 കുട്ടികളും എൻ്റെ ക്ലാസ്സിലാണ് പഠിച്ചത്. ഞാൻ അവരുടെ ക്ലാസ് ടീച്ചറായിരുന്നു. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം തന്നെ ഞങ്ങൾ പ്രതീക്ഷ കുറച്ചും കൂടി കുട്ടികളിലുണ്ടായിരുന്നു. അവർ നന്നായി ഹാർഡ് വർക്ക് ചെയ്തു. എന്തുകൊണ്ടോ അവർക്ക് ഒരു സബ്ജക്റ്റിൽ വാങ്ങാൻ പറ്റിയില്ല. ഒരു 6 പേർക്ക് 2 സബ്ജക്റ്റിൽ വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ എക്സാം ടഫായിരുന്നു എന്നാണ് പൊതുവെ ഒരു ധാരണ കുട്ടികൾ പറഞ്ഞത്. പിന്നെ എൻ്റെ ഈ എല്ലാ മക്കൾക്കും ഞാൻ എല്ലാവിധ നല്ല ആശംസകളും നേരുന്നു. നമസ്കാരം, ഞാൻ ഗീത ടീച്ചർ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശം ഉൾക്കൊണ്ട് ശ്രീ മാമച്ചോഹൻ 1943 സാധാരണക്കാരായ ജാതിയിൽ താഴ്ന്ന ആളുകൾക്ക് കൂടി പഠിക്കാൻ കണക്കാക്കി സ്ഥാപിച്ച ഒരു വിദ്യാലയമാണ് RMV HS പെരിഞ്ഞനം. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടോടെ തന്നെ വളർന്ന ആ വിദ്യാർത്ഥികൾ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് പിന്നീട് മുതൽക്കൂട്ടായി മാറുകയും ചെയ്തു. അന്നത്തെ പ്രധാന അധ്യാപകരായിരുന്നു IM വേലായുധൻ, ശിവാനന്ദൻ മാഷ്, PB ഭാസ്കര പണിക്കർ എന്നിവർ ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന അധ്യാപകരിൽ ഉൾപ്പെട്ടിരുന്നു. ഇന്ന് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ശ്രീ മോഹൻ സാറിൻ്റെ കീഴിലാണ്. അദ്ദേഹത്തിൻ്റെ വൈഫായ ശ്രീമതി ഫാത്തിമ മോഹനാണ് ഇന്ന് ഈ സ്കൂളിൻ്റെ കറസ്പോണ്ടൻ്റായി പ്രവർത്തിക്കുന്നത്. ഇവിടെ LKG മുതൽ +2 വരെയും ഹയർ സെക്കൻഡറി വരെയുള്ള കോഴ്സുകളുണ്ട്. കൂടാതെ VHSC വിഭാഗവും ഇവിടെ വർക്ക് ചെയ്യുന്നു. ഞാൻ VHSC വിഭാഗത്തിൽ പ്രിൻസിപ്പലാണ്. എൻ്റെ സ്കൂളിൽ ഇപ്രാവശ്യത്തെ വിജയ ശതമാനം 76%. 3 A+ ഉണ്ട്. 5 പേർക്ക് 90% കൂടുതലും 10 പേർക്ക് 80% മുകളിലും മാർക്കുണ്ട്. ഇത് ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പൂർണ്ണ പരിശ്രമത്തോടു കൂടിയാണ്. ഇതിന് ഞങ്ങളെ PTA ഏറെ സഹായിച്ചിട്ടുണ്ട്. ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇവിടെ എത്തിയ ഗ്രാമ്യ ചാനലിന് ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം. ഹയർ സെക്കൻഡറി വിഭാഗം ഇൻചാർജാണ് ഞാൻ. എൻ്റെ പേര് മിനി. നമ്മുടെ വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ഈ 2025-26 അക്കാഡമിക് ഇയറിൽ 94% ആണ് നമ്മുടെ വിജയ ശതമാനം. അതിൽ തന്നെ 5 A+കളും 90% കൂടുതൽ മാർക്ക് 10ഓളം കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്. 80% കൂടുതൽ 26 കുട്ടികൾക്ക് നമുക്ക് 80% മീതെ മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കലാകായിക പ്രവർത്തനങ്ങളും വളരെ മികച്ച രീതിയിലാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നു പോകുന്നത്. സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻസിൽ നമ്മുടെ കബഡിയിൽ, അതുപോലെ വുഷു കോമ്പറ്റീഷനിൽ 3rd പ്രൈസ് നമുക്ക് നേടാൻ സാധിച്ചു. 3-4 കുട്ടികൾ കബഡിയിൽ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കലാപ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചവിട്ട് നാടകം നമ്മുടെ മികച്ച പെർഫോമൻസ് നേടിയ ഒരു കലാരൂപം തന്നെയായിരുന്നു. സ്റ്റേറ്റ് ലെവലിൽ A ഗ്രേഡോട് കൂടി നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചു. അതുപോലെ നമ്മുടെ വിദ്യാലയത്തിൽ സ്കൗട്ടിൻ്റെ റോവറിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ സൗഹൃദ കരിയർ ഗൈഡൻസ് എല്ലാം ഭംഗിയായിട്ട് കുട്ടികളെ മികച്ച രീതിയിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. താങ്ക് യു. എൻ്റെ പേര് ജയശ്രീ. ഞാൻ ഈ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റാണ്. 2 വർഷമായിട്ട് PTA പ്രസിഡൻ്റായിട്ട് ഞാനിവിടെ ചുമതല വഹിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ വളരെ അഭിമാനപൂർവമായ ഒരു റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. 3 വിഭാഗത്തിൻ്റെയും ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, VHSC. ഇപ്പം ഈ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ 83 വർഷമായി ഈ സ്കൂൾ ഇവിടെ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ പെരിഞ്ഞനം പഞ്ചായത്തിലെ ഏക ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, VHSC വിഭാഗമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം ഈ സ്കൂളിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കുട്ടികൾ
സാമൂഹ്യമായും സാമ്പത്തികമായും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് വരുന്നത്. അവിടെ നിന്നും മികച്ച വിജയം കഴിഞ്ഞ വർഷം വരെ നമുക്ക് 100% കിട്ടിയിരുന്നു. എന്നാൽ ഈ വർഷം നമുക്ക് 100% എത്തിക്കാൻ പറ്റാതെ പോയത് ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ. ഇവിടെ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി അധ്യാപകര് വലിയ തോതിലുള്ള പ്രയത്നമാണ് നടത്തുന്നത്. A+ കിട്ടാൻ സാധ്യതയുള്ള കുട്ടികളെ അതിൻ്റെതായ രീതിയിൽ, അതുപോലെ തന്നെ പാസ്സാകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് കാണുന്ന കുട്ടികൾക്ക് പ്രത്യേകമായ കോച്ചിങ്, അത് ചില സമയങ്ങളിൽ രാത്രി 8 മണി വരെയൊക്കെ നമ്മൾ ഇവിടെ സ്കൂളിൽ അധ്യാപകർ ഇരുന്നു കൊണ്ട് കുട്ടികളെ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു റിസൾട്ടാണ് 3 വിഭാഗത്തിനും കിട്ടിയിട്ടുള്ളത് എന്നതാണ് വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം. ഈ അക്കാദമി മേഖലയിൽ മാത്രമല്ല RMVHS മുന്നിലുള്ളത്, അക്കാദമി ഇതര മേഖലകളിലും പ്രത്യേകിച്ച് യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ കഴിഞ്ഞ വർഷം ചവിട്ട് നാടകത്തിൽ സ്റ്റേറ്റ് ലെവലില് ഏറ്റവും ടോപ്പിലെത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. അതുപോലെ തന്നെ മാർഗംകളി, ഹൈസ്കൂളിലാണ് മാർഗംകളിയിൽ പോയിട്ടുണ്ട്. ഇങ്ങനെ അതേപോലെ സ്പോർട്സിലും കുട്ടികൾ മികച്ച ഒരു നേട്ടമാണ് കിട്ടിയിട്ടുള്ളത്. NSSന്റെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ വർഷം കുട്ടികൾ അവരുടെ നേതൃത്വത്തിൽ അവരുടെ ഒരു സഹപാഠിക്ക് ഒരു വീടില്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് ഒരു വീടുണ്ടാക്കി കൊടുക്കാനെടുത്ത പ്രയത്നം ഞങ്ങൾ നേരിട്ട് കാണുകയും അവരുടെ ഒപ്പം സഹകരിക്കുകയും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഒരു മാനേജ്മെന്റ് സ്കൂള് എന്ന് പറയുമ്പോൾ, എയ്ഡഡ് സ്കൂള് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിവിധ ഘടകങ്ങൾ, മാനേജർ, അതുപോലെ അധ്യാപകർ, അഹോരാത്രം വർക്ക് ചെയ്യുന്ന അധ്യാപകർ, PTA, അതുപോലെ തന്നെ രക്ഷിതാക്കള്, ഇവരെല്ലാവരുടെയും ഒത്തൊരുമിച്ച ഒരു സഹകരണത്തോടു കൂടിയാണ് ഈ സ്കൂൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നന്ദി. ഞാൻ ഇവിടെ പഠിച്ചെടുത്ത ഇൻഷ എന്ന് പറഞ്ഞ കുട്ടിയുടെ പാരൻ്റാണ്. അവൾക്കാണ് പ്രാവശ്യം ഇവിടുത്തെ ടോപ്പർ, സ്കൂൾ ടോപ്പറാണ്. ക്ലാസ് നേരത്തെ തുടങ്ങിയായിരുന്നു, അവൾക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ പങ്കെടുത്താണ്. ഏറെ സന്തോഷം. മോളുടെ ഭാഗത്തിൽ ഇങ്ങനെ ഒരു ഇതിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞാൽ ഏറെ സന്തോഷമുണ്ട്. ഒരു രക്ഷിതാവെന്ന നിലയിൽ ടീച്ചേഴ്സും മറ്റു സ്റ്റാഫൊക്കെ നല്ല കട്ട സപ്പോർട്ടായിരുന്നു. ഏതായാലും ദൈവത്തിനും മറ്റുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദി. നമ്മളോടൊപ്പം ഇത്തവണത്തെ SSLC പരീക്ഷയിൽ SSLC ഫുൾ A+ നേടിയ വിദ്യാർത്ഥിനികൾ ചേരുന്നുണ്ട്. നമുക്കൊന്ന് അവരോടൊന്ന് പരിചയപ്പെടാം. പേരൊന്ന് പറഞ്ഞ്. ഫാത്തിമ ഫർസീൻ. ഫെനീറ്റ പി. അപ്പൊ ഇത്തവണ നമ്മുടെ പരീക്ഷ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അല്ലേ? അതായത് സിലബസ് മാറുന്നുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ചോദ്യ പേപ്പറിൽ മാറ്റമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെയാണ് തരണം ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇവിടുത്തെ ടീച്ചേഴ്സ് വെച്ചാൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവരെ ക്ലാസ് അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് ഇതാക്കിയതല്ല, എന്തായാലും ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ട് കാരണം തന്നെയാണ് കിട്ടിയത്. പിന്നെ ടീച്ചേഴ്സിന് പറയുന്ന പോലെ തന്നെ നമ്മുടെ വീട്ടില് എന്നുള്ളൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സപ്പോർട്ടിനെ ആയിരിക്കും. അപ്പൊ പാരന്റ്സിനൊക്കെ ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? പാരന്റ്സ് ഒക്കെ നന്നായി സപ്പോർട്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ടുതരും, രാത്രി എത്ര വൈകിയാലും ഫുഡൊക്കെ കൊണ്ടുതരും, നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ അപ്പൊ രണ്ടുപേരും അടിപൊളിയായിട്ട് സന്തോഷത്തിലാണ് അല്ലേ വിജയത്തിന്റെ? അപ്പോ മക്കളെല്ലാവരും സന്തോഷത്തിലാണെന്നാണ് പറയുന്നത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കൂടി ഒന്നറിയാം. അവിനാശ് KS, ശ്രീഹരി, അങ്കിത്, അക്ഷയ് കൃഷ്ണ. അപ്പോ ഈ ഒരു വർഷക്കാലം എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ ഈ ഒരു 10ാം ക്ലാസ് പഠനം ഈ ഒരു നല്ലൊരു വിജയത്തിലേക്ക് എത്താനുള്ള ആ ഒരു സമയത്തേക്കും എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? നല്ല രസമായിരുന്നു 10ാം ക്ലാസ്. ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പോ ഈ നമ്മുടെ വിദ്യാലയത്തിൽ ഇപ്പൊ പഠിക്കാനായിട്ട് എത്ര കൊല്ലായി ഇപ്പൊ തുടങ്ങിയിട്ടിപ്പോ? ഞാൻ LKG തൊട്ടുണ്ട്. LKG മുതലുണ്ട്. അപ്പൊ ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുള്ള വിദ്യാലയമായിരിക്കും അല്ലെ? അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇത്ര നാള് പഠിച്ചു വന്നതിന്റെ ഏറ്റവും വലിയൊരു റിസൾട്ടാണ് നമുക്ക് 10th ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് എങ്ങനെയാണ് നമ്മുടെ ടീച്ചർമാരുടെ ഒരു സപ്പോർട്ടിനെ കുറിച്ചിട്ടൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ടീച്ചർമാര് നല്ല സപ്പോർട്ടായിരുന്നു. ഈവനിങ് ക്ലാസ്സും എല്ലാം അവരും നമ്മളൊപ്പം നിന്നിരുന്നു പഠിക്കാൻ. ഇനിയിപ്പോ 10 കഴിഞ്ഞു, ഇനിയിപ്പോ +1 ഏത് കോഴ്സ് എടുക്കാനാണ് താല്പര്യപ്പെടുന്നത്? കമ്പ്യൂട്ടർ സയൻസ് ആണ്. വീട്ടിൽ നിന്നിട്ടുള്ള സപ്പോർട്ട് നമുക്കിപ്പോ ഫുൾ A+ ലഭിച്ചു എന്ന് പറയുമ്പോ അവരുടെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരിക്കില്ലേ? അതൊക്കെ എങ്ങനെയാണ് പറയാനുള്ളത്? അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു.
അപ്പോൾ നമ്മുടെ മക്കളെല്ലാവരും ഹാപ്പിയാണ്, അടിപൊളിയായിട്ട് അവരിനി +1 പ്രവേശനത്തിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. എൻ്റെ പേര് ഫാത്തിമ സലീം. ഞാൻ RMVHSലെ VHS വിഭാഗത്തിൽ ഫുൾ A+ കിട്ടിയ ഒരു വിദ്യാർത്ഥിയാണ്. ഇവിടുന്ന് VHS പഠിച്ചുകൊണ്ട് എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മാർക്ക് ടീച്ചേഴ്സിന് എല്ലാവരുടെയും നല്ല സപ്പോർട്ടായിരുന്നു. ടീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഫുൾ A+ കിട്ടാനും ഇത്രയും നല്ല പെർസെൻറ്റേജ് കിട്ടാനും എല്ലാത്തിനും സാധിച്ചത്. എൻ്റെ പേര് ഹന്ന ഫാത്തിമ. ഞാൻ CSEയിലാണ് പഠിച്ചിരുന്നത്. എൻ്റെ ടീച്ചേഴ്സിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ ഹിസ്റ്ററി ടീച്ചർ, ഗീത ടീച്ചർ ഇപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പളായിട്ടുണ്ട്. ടീച്ചർ എനിക്ക് എപ്പോഴും നൈറ്റൊക്കെ കോൾ ചെയ്തിട്ട് നന്നായി പഠിക്കണം, എപ്പോഴും പഠിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് തന്നെ സപ്പോർട്ട് ചെയ്ത് നന്നായിട്ട്. ടീച്ചർ ലോക്കൽ ഹിസ്റ്ററിക്കൊക്കെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്, ഈ ജില്ല വരെ എത്താൻ സഹായിച്ചിട്ടുണ്ട്. ടീച്ചർ തന്നെയാണ് കൂടുതലും സപ്പോർട്ട് ചെയ്തത്. പിന്നെ എൻ്റെ ജോഗ്രഫി ടീച്ചർ, റിൻ ടീച്ചർ, ചിത്ര ടീച്ചർ, ബിജോയ് സാറ് ക്ലാസ് ടീച്ചറായിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഞങ്ങൾക്ക് പഠിക്കുന്ന കാര്യം എന്ത് ഡൗട്ടും അവർ നന്നായി ക്ലിയർ ചെയ്തിരുന്നു. ലീവ് എടുക്കാണ്ട് ഞങ്ങളോട് എപ്പോഴും ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ നന്നായിട്ട് പറഞ്ഞിരുന്നു. പിന്നെ ED സാറ്, ഇംഗ്ലീഷ് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പഠിക്കുന്ന കാര്യം നല്ല എല്ലാ പ്രോഗ്രാമുകളും ഞങ്ങൾ നന്നായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പേരൻസും അതെ, ഉമ്മച്ചിയൊക്കെ ഇവിടെ പഠിച്ചിരുന്നതാണ് ഈ സ്കൂളിൽ. ഉമ്മച്ചി വാപ്പച്ചൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എന്നോട് നല്ല മാർക്ക് വാങ്ങണമെന്ന് എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ A+ കിട്ടാൻ സഹായിച്ചത്. അല്ല, ഏറ്റവും നന്ദി. ഹായ്, എൻ്റെ പേര് മിഫ മെഹബീൻ. വീട് ചക്രപ്പാടത്താണ്. എനിക്ക് ഇപ്രാവശ്യം ഫുൾ A+ കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ സ്കൂളിനെ പറ്റി പറയാന്ന് വെച്ചാൽ RMVHS ആർട്സിലായാലും സ്പോർട്സിലായാലും ഇവർ ഭയങ്കര നമുക്ക് കട്ട സപ്പോർട്ടാണ്. ആ ഒരു അനുഭവം ഉണ്ടായ ആളാണ് ഞാൻ. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോഴായാലും ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റാണ് എനിക്കുള്ളത്. കാരണം നമ്മുടെ ഈ RMVHSൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കലോത്സവത്തിൽ എനിക്ക് A ഗ്രേഡ് നേടിക്കൊടുക്കാൻ പറ്റി ചവിട്ട് നാടകത്തിൽ. അപ്പോൾ അതിലൊരു മെയിൻ ക്യാരക്ടറായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര ഒരു പ്രൗഡാണ് അതിലും. പിന്നെ ഇപ്പോൾ ഫുൾ A+ കിട്ടിയാലും ഭയങ്കര സന്തോഷമുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഫുൾ A+ കിട്ടുന്നു. കാരണം ഇങ്ങനെ പ്രാക്ടീസിന് പോകാറും ഒരുപാട് ക്ലാസ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കഴിഞ്ഞിട്ട് സ്റ്റേറ്റിന് ശേഷം ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെ നമ്മളെ സ്കൂളിലേക്ക് വിളിച്ചിരുത്തി ഒരുപാട് അവരെന്നെ നമുക്ക് നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഈ വിജയം നേടിയെടുക്കാൻ പറ്റിയത്. അപ്പോൾ ഫാമിലി ടീച്ചേഴ്സും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്